ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുരിങ്ങയുടെ ലീഫിനെ കുറിച്ചിട്ടാണ്, അതായത് ഡ്രം സ്റ്റിക്ക് ലീഫിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാം, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ മുടിക്ക് വേണ്ട പോഷകങ്ങൾ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൽ അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ലോണം കാൽഷ്യം, അതൊക്കെ നല്ല പോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഗുലറായി നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ കറിയാക്കിയിട്ട് റെഗുലറായി കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് താരത്തിനെ അകറ്റാനും, പിന്നെ സ്കാൽപ്പ് ക്ലീനായി വയ്ക്കാനും, പിന്നെ ബേബി ഹെയർസൊക്കെ ഉണ്ടാവാനും ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൽ നിന്നും സ്കിന്നിന് വേണ്ട തിളക്കം, പിന്നെ ഒരു സ്പോട്ട്ലെസ് സ്കിന്ന് ഇത് തരുന്നതാണ്. അതായത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ മുരിങ്ങ ഇല അത് അരച്ചത്, പിന്നെ കുറച്ച് തൈര്, പിന്നെ ഹണി എങ്കിൽ ഹണി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ഒരു ഡ്രോപ്പ് അത്രോളം ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 20 minutes അത്ര മുഖത്തിൽ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളത്തിൽ കഴുകി കളയാം. ഈ റെഗുലറായി ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല സ്കിന്ന് ഗ്ലോയിങ് ആയി ഇരിക്കാനും, പിന്നെ നല്ലോണം സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് കൗണ്ട്, അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറയുമല്ലോ, ചർമ്മത്തിന് വേണ്ട ഹീമോഗ്ലോബിൻ തന്നെ കിട്ടിയാൽ നന്നായി ഗ്ലോ ആവും ചർമ്മം. പിന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ആവുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതായത് പിമ്പിൾസ് ആവട്ടെ, പിന്നെ ഡാർക്ക് സർക്കിൾസ്, പിന്നെ പിഗ്മെൻറ്റേഷന്, പിന്നെ സ്കിന്നിന് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഈ മുരിങ്ങ ഇല മാറ്റി തരുന്നതാണ്. പിന്നെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കാം, പിന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതായത് തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് ടോണറായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്ന് പറയുന്നത് ഇത് നല്ലോണം ഇത് രക്തം കുറവുള്ള ആൾക്കാർക്ക്, അതായത് എപ്പോഴും ഹീമോഗ്ലോബിനായിട്ട് പ്രശ്നമുള്ളവർക്ക് ഇത് സഹായിക്കുന്നതാണ്. പിന്നെ ഇത് ഡെലിവറി വുമൻ അവരും റെഗുലറായി കഴിക്കാവുന്നതാണ്, സൂപ്പായിട്ട് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഉപ്പേരിയായിട്ട് കഴിക്കാവുന്നതാണ്. ചീര റെഗുലറായി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമന് എപ്പോഴും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ ഡെലിവറി കഴിഞ്ഞുള്ളവർക്ക് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഇത് സൂപ്പായിട്ട് കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ജ്യൂസായിട്ട് ചെറുതായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ. പിന്നെ ഒരേടി ജ്യൂസ്, വേറെ വെജിറ്റബിൾ ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ് പോലെ ഇതൊന്നും കുടിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എപ്പോഴും സൂപ്പായി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് വെള്ളത്തിൽ നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം, ഇതിൻ്റെ ചാറ് മാത്രം മിക്സ് ചെയ്തിട്ട് ഹണി വേണമെങ്കിൽ ഹണി ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇതിൽ കുടിക്കുന്നതിലൂടെ നന്നായിട്ട് ഹെയർ തിന്നിങ് ഉള്ളവർക്ക് ഹെയർ ലോസൊക്കെ കൺട്രോൾ ആവാനും, പിന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും ഇത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ മുടി പെട്ടെന്നൊന്നും ഇത് വെള്ളയാവില്ല, അതായത് വൈറ്റ്
പ്രീമാച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്ന് പറയില്ല, അത് ആ പ്രശ്നം തടയാനും ഈ മുരിങ്ങ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ റെഗുലറായി ഉപയോഗിക്കാൻ നോക്കുക. അപ്പം കണ്ണിൽ അടിയിലിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഹീമോഗ്ലോബിൻ കൗണ്ട് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും റെഗുലറായി ഇത് അയൺ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും കഴിക്കാൻ നോക്കുക. അതായത് മുരിങ്ങ ഇല, പാലക്ക്, പിന്നെ വേറെ ചീര വർഗ്ഗങ്ങളൊക്കെ നോക്കിയിട്ട് കഴിക്കാവുന്നതെല്ലാം നോക്കിയിട്ട് കറിയായിട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്, ഉപ്പേരിയായിട്ട് കഴിക്കാം. അപ്പോൾ നല്ല തിളക്കം, നല്ല മുടി വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുക, റെഗുലറായിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ഹെയർ കെയർ ടിപ്സിന് വേണ്ടിയിട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണോ ദയവായത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ചെക്ക് ചെയ്യുന്നത് ആണ് നല്ലത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.